പാലക്കാട് IIT ക്യാമ്പസിലെ ആക്രമണം പ്രതി കൊൽക്കത്ത സ്വദേശി സുമൻ വിദ്യാർത്ഥിയെ ആക്രമിച്ചത് കവർച്ച ലക്ഷ്യമിട്ട്. IIT ക്യാമ്പസിലെ കുറ്റിക്കാട്ടിൽ ഒളിഞ്ഞിരുന്ന ശേഷം വിദ്യാർത്ഥിനികളുടെ സംഘം ഭക്ഷണം കഴിക്കാൻ പുറത്തിറങ്ങിയതോടെ ആക്രമിച്ച് കവർച്ച നടത്താനായിരുന്നു പദ്ധതി. തമിഴ്നാട് സ്വദേശിയായ വിദ്യാർത്ഥിനിയെ തലക്കടിച്ച് നിലത്തു വീഴ്ത്തിയെങ്കിലും ആഭരണം കവരാൻ ശ്രമിക്കുന്നതിനിടയിൽ വിദ്യാർത്ഥിനി ബഹളം വെച്ചു. ഇതോടെ കവർച്ചാശ്രമം ഉപേക്ഷിച്ച് അതിഥി തൊഴിലാളികളുടെ ക്യാമ്പിലേക്ക് ഓടി രക്ഷപ്പെട്ടെന്നും പ്രതി പറഞ്ഞു. റിമാൻഡിലായിരുന്ന പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ഈവനിങ് ഏകദേശം 7:15 മണിക്കാണ് ഈ സംഭവം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ പെൺകുട്ടി ഫീമെയിൽ സ്റ്റുഡൻറ്റ് പോയപ്പോൾ ഫ്രം ബാക്ക് സൈഡാണ് ആക്രമണം നടത്തിയത്. അപ്പോൾ ഈ പെൺകുട്ടി സഡൻലി ടേൺ ചെയ്തപ്പോൾ ഫ്രണ്ടിൽ കൂടി ഒരു അറ്റാക്ക് ഉണ്ടായി. ആ അറ്റാക്ക് ചെയ്തിട്ട് ആ പെൺകുട്ടി താഴത്ത് വീണു. പിന്നെ പ്രതി അവിടെ നിന്ന് എസ്കേപ്പായിട്ട് ബേസിക്കലി അവിടെ പോലീസ് ചെന്നപ്പോൾ ആ സമയത്ത് പ്രതിക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അയാൾ അബ്സ്കോണ്ട് ചെയ്തു. പ്ലേസ് ഓഫ് ഓക്കറൻസിനെ അയാൾ അബ്സ്കോണ്ടായി. ഞങ്ങൾ ഈ സംഭവത്തിൽ ഒരു 109 BNS സെക്ഷൻ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. അതിൽ അന്വേഷണം തുടങ്ങി. അന്വേഷണം ഇനീഷ്യലി ഏകദേശം ബ്ലൈൻഡ് അന്വേഷണമായിരുന്നു. കാരണം നമുക്ക് ലീഡ് ഒന്നും കിട്ടിയിട്ടില്ല. CCTV ഫുട്ടേജുകൾ ഈ ഇൻസിഡൻറ്റ് ബന്ധപ്പെട്ട ഒന്നും കിട്ടിയിട്ടില്ല. അത്ര റിലയബിൾ ആയിട്ടുള്ള വിറ്റ്നസ്സുകൾ ഉണ്ടായിട്ടില്ല. സോ അതുകൊണ്ട് പല അന്വേഷണത്തിൻ്റെ പല ടെക്നിക്കൽ സയൻറ്റിഫിക് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് അന്വേഷണം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു SIT രൂപീകരിച്ചു. DYSP പാലക്കാടിൻ്റെ ലീഡർഷിപ്പിൽ IPSHO കസ്ബ പോലീസ് സ്റ്റേഷൻ ആദ്യം സുജിത് IPSHO ആയിരുന്നു. അതിൻ്റെ ഒപ്പം ഹർഷാദ് SIൻ്റെ ഒപ്പം ഒരു നല്ല ടീം ഞങ്ങൾ രൂപീകരിച്ചിട്ട് ഈ അന്വേഷണം നടത്തി. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഒരു സസ്പിഷൻ, കാരണം പ്ലേസ് ഓഫ് ഓക്കറൻസിനെ നമുക്ക് കുറച്ച് ഉപേക്ഷിച്ചിട്ടുള്ള ഹെൽമെറ്റ്, പിന്നെ ഈ തൊഴിലാളികൾ ധരിക്കാനുള്ള വസ്ത്രങ്ങൾ കിട്ടിയിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു സംശയം ഈ ആരെങ്കിലും ഒരു തൊഴിലാളിയാണ്. കാരണം IIT ക്യാമ്പസിൽ ഇപ്പോൾ പല വർക്കാണ് നടക്കുന്നത്. ഒരു 2000 തൊഴിലാളികൾ ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1500 ഏകദേശം സ്റ്റുഡൻസ് കൂടിയാണ് അവിടെ പഠിക്കുന്നത്. അപ്പോൾ ഈ മുഴുവൻ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ തുടങ്ങി. പ്രധാനപ്പെട്ട സസ്പിഷൻ ഈ തൊഴിലാളികൾക്കെതിരെ ഉള്ളത് കൊണ്ട് അവനെ ഫോക്കസ് ചെയ്തിട്ട് ഞങ്ങൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ ആ സമയത്ത് ഈ പ്രതി ധരിച്ചിട്ടുള്ള വസ്ത്രങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിലെ പ്രിലിമിനറി ആയിട്ട് ബ്ലഡ് സാമ്പിൾ കൂടി നമുക്കാണ് കിട്ടിയിരിക്കുന്നത്. വി ആർ സസ്പെക്ടിങ് ദാറ്റ് ദ ബ്ലഡ് സാമ്പിൾ ബിലോങ്സ് ടു ദ വിക്ടിം. സോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നല്ല സയൻറ്റിഫിക് എവിഡൻസ് കൂടിയാണ് ഉള്ളത്. പ്രതി നമ്മുടെ കസ്റ്റഡിയിലാണ്. ഈ പ്രതി ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് പല സ്ഥലങ്ങൾ സഞ്ചരിച്ചിട്ടാണ് ഇയാളുടെ നാട്ടിലേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഈ CDR അനാലിസിസിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പല കാര്യങ്ങൾ ട്രേസ് ചെയ്തിട്ട് അവസാനം നമുക്കാണ് സക്സസ് കിട്ടിയിരിക്കുന്നത്. UTV ന്യൂസ് പാലക്കാട്.